മോദിയുടെ കൊള്ളയടിക്കൽ ആരോപണത്തിന് കോൺഗ്രസിന്റെ മറുപടി. കേരളത്തെ LDFും UDFും ചേർന്ന് കൊള്ളയടിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് കടുത്ത ഭാഷയിൽ മറുപടിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. കേരളത്തിന് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള സമയത്തെല്ലാം പ്രധാനമന്ത്രി ആബ്സെന്റ് ആയിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര പരിഹസിച്ചു. NDA തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ഉന്നയിച്ച വിമർശനങ്ങളെ നേരിടാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 പ്രളയകാലത്തും 2024 വയനാട് ഉരുൾപൊട്ടൽ സമയത്തും കേരളത്തിന് അർഹമായ പിന്തുണ നൽകുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടുവെന്ന് ഖേര പറയുകയായിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അക്കമിട്ട് നിരത്തിയായിരുന്നു പവൻ ഖേരയുടെ വിമർശനം. 2018 കേരളത്തിന് 35,000 കോടി രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നൽകിയത് വെറും 600 കോടി രൂപയാണ്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ 2.219 കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ ലഭിച്ചതാകട്ടെ വെറും 250 കോടി രൂപയും. കേരളത്തിന് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ആവശ്യമുള്ളപ്പോഴെല്ലാം അദ്ദേഹം അപ്രത്യക്ഷനാകുന്നു. കേരളം പ്രതിസന്ധി നേരിടുമ്പോൾ മോദിക്ക് മിണ്ടാട്ടമില്ല, ഖേര ആരോപിച്ചു. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ച സിനിമകളിലൂടെ മാത്രമാണ് പ്രധാനമന്ത്രി ഈ സംസ്ഥാനത്തെ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു.